ആരും പേടിക്കണ്ട, ഇത് ഐസ് തീറ്റി മത്സരമൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ വീട്ടിലെല്ലാവർക്കും ഐസ് കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി. ആഗ്രഹങ്ങളല്ലേ വെച്ചോണ്ടിരിക്കാൻ പറ്റും, അത് അന്നേരം നടത്താൻ പറ്റുന്നതാണെങ്കിൽ അങ്ങ് നടത്തിയേക്കണമെന്നേ. ഇപ്പം എന്തായാലും ഐസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി കഴിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരുടെ നേരെ കായംകുളത്തിന്. അവിടെയാണ് ഒരു ഉത്സവത്തിനുള്ള ആളും. ഇഷ്ടം പോലെ ഫ്ലേവർ ഉണ്ടായിരുന്നു, എല്ലാം കൂടെ എടുക്കണമെന്നുണ്ടായിരുന്നു. ബഡ്ജറ്റിന് ഒതുങ്ങണ്ടേ. ഓരോ ഐസിന് 20 രൂപയാണ് ഗൈസ്. പിന്നെ പറ്റിയതെല്ലാം തൂക്കിക്കൊണ്ട് ഐസ് കിട്ടിയ സന്തോഷത്തിൽ നേരെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് സംഭവം കുറച്ച് അലിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് ചെറുതായിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ച്. ആദ്യത്തെ ഐസ് വീട്ടിലെ കുഞ്ഞു കുട്ടിയായ ഐസോജിക്ക് തന്നെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർ ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു. എല്ലാവർക്കും അവരവരുടെ പങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് അങ്ങ് ഐസ് തിന്ന് അലിഞ്ഞ് തീരുന്നതിന് മുന്നേ അത് ഉള്ളിലാക്കണ്ടേ. എന്ത് സാധനം നമ്മൾ മേടിച്ച് കൈ കൊണ്ട് കൊടുത്താലും ആദ്യം വേണ്ട എന്നും പറഞ്ഞ് വെയിറ്റിട്ട് ജാടായിട്ടിരിക്കുന്ന ആൾ പോലും തേണ്ട ഐസ് ഇരുന്ന് കഴിക്കുന്നത് കണ്ടോ. ഐസ് കൊടുത്തപ്പം കയ്യിലൊരു പാത്രം കൂടെ കൊടുക്കണ്ടായിരുന്നു, ഷർട്ടിൽ മൊത്തം ആക്കിയിട്ടുണ്ട്.